ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യം. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അധികാരം ചോദിച്ചു വന്നവരോട് ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ എൻ്റെ പാനപാത്രം കുടിക്കുവാൻ കഴിയുമോ? സബദൈപുത്രന്മാരുടെ അമ്മ വന്ന് ഈശോയോട് അഭ്യർത്ഥിക്കുന്നുണ്ടല്ലേ, നിന്റെ വലതുവശത്തും ഇടതുവശത്തും എൻ്റെ മക്കളെ ഇരുത്തണമേ എന്ന്. അപ്പോഴാണ് ഈശോ അവരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എൻ്റെ പാനപാത്രം കുടിക്കാനായിട്ട് കഴിയുമോ? ദൈവത്തിന്റെ സന്നിധിയില് സ്ഥാനം നേടിയെടുക്കാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തില് നീ ദൈവത്തിന്റെ ഒപ്പം സഹനമേറ്റെടുക്കാനായിട്ട് തയ്യാറാവണം. കാരണം സഹനമേറ്റെടുക്കുന്നവനാണ് പിതാവായ ദൈവം തന്റെ പുത്രന്റെ ഒപ്പം ഇരിക്കുവാനായിട്ടുള്ള ഭാഗ്യം തരുക. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് പലപ്പോഴും ഈ സഹനം ഇഷ്ടമില്ലാതായി പോവുകയാണ്. സ്ഥാനമാനങ്ങളും അംഗീകാരവും പേരും പ്രശസ്തിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ദൈവത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് അവന് വേണ്ടി സഹനമേറ്റെടുക്കാനായിട്ട് എൻ്റെ ജീവിതത്തില് എനിക്ക് സാധിക്കാതെ പോവുകയാണ്. എനിക്ക് സ്ഥാനം വേണം, പക്ഷെ ഈ സ്ഥാനത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് പരിശ്രമിക്കാനായിട്ട് നമുക്ക് പറ്റാതെ പോവുകയാ. ദൈവത്തിന് മുൻപില് നിനക്ക് സ്ഥാനം വേണമെങ്കിൽ അവന്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കുവാനായിട്ടുള്ള യോഗ്യത നിന്റെ ജീവിതത്തില് നേടിയെടുക്കണമെങ്കിൽ നീ അവന്റെ ഒപ്പം അവന്റെ സഹനത്തില് പങ്കെടുക്കുവാനായിട്ട് പങ്കുചേരുവാനായിട്ട് തയ്യാറാവണം. അവന്റെ സഹനം നമ്മുടെ ജീവിതത്തില് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവണം. പക്ഷെ ഈ സഹനങ്ങളില് വിശ്വാസം ഉപേക്ഷിച്ച് കടന്നു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്ത് സഹനമാണ് എൻ്റെ ജീവിതത്തില് ഇന്നോളം ഏറ്റെടുക്കാനായിട്ട് ഞാൻ തയ്യാറായത്? എൻ്റെ സമയം 5 മിനിറ്റെങ്കിലും എൻ്റെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അവന്റെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്താനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അവിടെയൊക്കെ എനിക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും മാറ്റിവെക്കാനായിട്ട് പറ്റുന്നില്ല. മറിച്ച് എൻ്റെ ദൈവത്തിൽ നിന്ന് എല്ലാം ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. തമ്പുരാന് വേണ്ടി നീ മാറ്റിവെക്കുമ്പോൾ, നീ സഹനം ഏറ്റെടുക്കുമ്പോൾ നിനക്ക് വേണ്ടത് നിന്റെ ദൈവം നിന്റെ ജീവിതത്തില് പ്രദാനം ചെയ്യും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് സബദീപുത്രന്മാരെ പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാതെ നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ ഒപ്പമായിരിക്കുവാനായിട്ട് അവന് വേണ്ടി ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് അവനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട്, അങ്ങനെ ഈ ഭൂമിയില് യഥാർത്ഥ ക്രൈസ്തവനായിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.